ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തി. എന്നിട്ട് അടുത്ത മണിക്കൂറിൽ വീണ്ടും പോരാട്ടം തുടങ്ങി. ഇതെങ്ങനെ സംഭവിച്ചു? ഇടപെട്ട് സമാധാനം ഉണ്ടാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് വെറും വീമ്പു പറച്ചിലാണോ? ഈ രണ്ടു ചോദ്യങ്ങൾക്കും ഉത്തരം ഒന്നേയുള്ളൂ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വെടിനിർത്തൽ സാധ്യമല്ല. വെടിനിർത്തി എന്നാൽ വ്യോമസേനയും കരസേനയും സർവസജ്ജമായി അതിർത്തി ലംഘിക്കുന്നത് ഒഴിവാക്കും എന്ന് മാത്രമാണ്. അപ്പോഴും എല്ലാ കാലത്തും എന്നതുപോലെ നിരീക്ഷണ ഡ്രോണുകൾ പറക്കും, വെടിവയ്പുണ്ടാകും, കനത്ത ഷെല്ലാക്രമണവും ഉണ്ടാകും. അമേരിക്ക എന്നല്ല, ഐക്യരാഷ്ട്ര സംഘടന ഒന്നായി ശ്രമിച്ചാലും നടപ്പാക്കാനാകാത്തതൊന്നേയുള്ളൂ. അത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സമാധാനമാണ്. രണ്ടു രാഷ്ട്രങ്ങളിലെയും ഭരണ നേതൃത്വം വിചാരിച്ചാൽ സംഭവിക്കാത്തതാണ് ഈ വെടിനിർത്തൽ. പാകിസ്ഥാൻ സൈന്യവും അവർ പോറ്റി വളർത്തുന്ന ഭീകര സംഘടനകളും മനസ്സുവയ്ക്കാതെ ഇരു രാഷ്ട്രങ്ങൾക്കും ആയുധം താഴെ വയ്ക്കാനാകില്ല. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വെടിനിർത്തിയിട്ടും പിന്നെയും വെടിവെച്ചതെന്തുകൊണ്ട്? അമേരിക്ക ഇടപെട്ടില്ല എന്നു കരുതാൻ കാരണങ്ങളില്ല. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുള്ളപ്പോഴാണ് പെഹൽഗാം ക്രൂരത നടന്നത്. അന്നു മുതൽ എല്ലാ ദിവസവും എന്നതുപോലെ ഒരാൾ ഇരു രാഷ്ട്രങ്ങളെയും വിളിച്ചിരുന്നു. അത് അമേരിക്കയുടെ ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ്. പക്ഷേ അതുകൊണ്ട് മാത്രം വെടിനിർത്തൽ സാധ്യമാകില്ല. മധ്യസ്ഥ ചർച്ച ഔദ്യോഗികമായി നടക്കുന്നുണ്ടെങ്കിൽ അത് പരസ്പരം അറിയിക്കുകയും പരസ്പരം പ്രഖ്യാപിക്കുകയും വേണം. അത് സാധ്യമാകണമെങ്കിൽ ഇരു രാഷ്ട്രങ്ങളിലെയും ഭരണ നേതൃത്വം തീരുമാനിക്കണം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭരണ നേതൃത്വത്തിന് ദീർഘമായ യുദ്ധമുണ്ടാക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധം ചെയ്യാൻ ഇരു രാഷ്ട്രങ്ങൾക്കും പൂർണ്ണ മനസ്സില്ല. പെഹൽഗാം ക്രൂരതയ്ക്ക് മറുപടിയായി ഇന്ത്യ ചെയ്തത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക മാത്രമാണ്. അത് തന്നെയാണ് വെടിനിർത്തൽ സാധ്യമാക്കിയ ഏറ്റവും വലിയ തീരുമാനവും. സൈനിക കേന്ദ്രങ്ങളോ ജനവാസ കേന്ദ്രങ്ങളോ ആക്രമിച്ചില്ല. പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളിലേക്കും സൈനിക താവളങ്ങളിലേക്കും ആക്രമണമുണ്ടായത് പോലും പിന്നീടുള്ള ദിവസങ്ങളിലെ പ്രകോപനങ്ങളെ തുടർന്നാണ്. ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ കാണിച്ച സംയമനത്തിന് എത്ര ദൈർഘ്യമുണ്ട് എന്ന് ചോദിച്ചാൽ 14 ദിവസം എന്നാണ് ഉത്തരം. പെഹൽഗാം ആക്രമണം കഴിഞ്ഞ 14-ാം ദിവസം മാത്രമാണ് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തിരിച്ചടിച്ചത്. സൈനിക നടപടിക്കാലത്ത് രാഷ്ട്രീയ വിയോജിപ്പുകൾ പറയാമോ എന്നതാണ് പരമമായ ചോദ്യം. യുദ്ധമാണെങ്കിലും സാധാരണ സൈനിക നടപടിയാണെങ്കിലും ഭരിക്കുന്ന സർക്കാരിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ആ ഉത്തരവാദിത്തമാണ് ഓരോ ജനവിധിയിലൂടെയും നൽകുന്നത്. സർക്കാർ സ്വീകരിക്കുന്ന ഏതെങ്കിലും നടപടിയെ തടസ്സപ്പെടുത്തുന്നതാകരുത് രാഷ്ട്രീയ വിയോജിപ്പുകൾ. അത്തരം വിചാരണകൾ യുദ്ധാനന്തരമാണ് നടത്തേണ്ടത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയെ കുറ്റക്കാരി എന്ന് കണ്ടു ശിക്ഷിച്ച രാജ്യമാണിത്. കൃത്യം 50 വർഷം മുൻപ് പ്രഖ്യാപിച്ചതാണ് അടിയന്തരാവസ്ഥ 1975 ജൂണിൽ. പിന്നീടുള്ള വോട്ടെടുപ്പിൽ കോൺഗ്രസിന് ദയനീയ പരാജയം നേരിടേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധി വരെ തോൽക്കുകയും ചെയ്തു. കോടതി ഇന്ദിരയ്ക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. തെറ്റായ തീരുമാനങ്ങളാണ് സർക്കാർ എടുത്തത് എന്ന് തോന്നിയാൽ ജനവിധിയിലൂടെ മറുപടി നൽകാം, കോടതികളിലൂടെ ചോദ്യം ചെയ്യാം, പാർലമെന്റ് ചേരുമ്പോൾ പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഉന്നയിക്കാം. ഇതൊന്നുമല്ലാതെ സർക്കാരിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ പെരുമാറരുത് എന്നത് സാമാന്യ മര്യാദയാണ്. ഇന്ത്യ ഏതാണ്ട് 25 വർഷം മുൻപാണ് നീണ്ടുനിന്ന യുദ്ധം ചെയ്തത്. കാർഗിൽ യുദ്ധത്തിന് മുൻപ് നീണ്ടുനിന്ന ഒരു യുദ്ധം ബംഗ്ലാദേശ് വിമോചന യുദ്ധമായിരുന്നു. ഈ യുദ്ധങ്ങളുടെയൊക്കെയും കണക്കുകൾക്ക് വഴങ്ങുന്നതല്ല ഇപ്പോഴത്തെ യുദ്ധം. ഫോറിൻ അഫയേഴ്സ് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഒരു ദിവസം 1460 കോടി രൂപ മുതൽ 5000 കോടി രൂപ വരെയാണ് യുദ്ധത്തിന് ഇപ്പോൾ ഇന്ത്യ ചെലവഴിക്കേണ്ടി വരിക. വയനാട് ദുരന്തത്തിലെ മൊത്തം നഷ്ടത്തിന് തുല്യമായ തുകയാണ് ഓരോ ദിവസവും ചെലവാകുക എന്നാണ് അർത്ഥമാകുന്നത്. കാർഗിൽ എന്നതുപോലെ 80 ദിവസത്തിലേറെ നീണ്ടു നിന്നാൽ 1,20,000 കോടി രൂപ മുതൽ 4 ലക്ഷം കോടി വരെ ആയിരിക്കും ചെലവ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 3 മാസം കൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഒരു വർഷത്തെ പ്രതിരോധ ബജറ്റിന് വേണ്ടി വരുന്നതിന്റെ ഇരട്ടിത്തുകയാണ് ഈ ചിലവ്. അത് കുറഞ്ഞത് 10 വർഷത്തെയെങ്കിലും ബജറ്റുകളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇപ്പോ ഭക്ഷ്യ വിളവെടുപ്പിന്റെ സമയം അടുത്തു വരികയാണ്. പോരാട്ടം പഞ്ചാബിലെ കൃഷിയിടങ്ങളെ ബാധിച്ചാൽ അതും രാജ്യത്തിന്റെ നീക്കിയിരിപ്പിൽ പ്രതിഫലിക്കും. രാജ്യത്തിന് വേണ്ടതിന്റെ നല്ലൊരു പങ്ക് ഗോതമ്പും അരിയും ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിലെ പാടങ്ങളിലാണ്. അവിടെ കൊയ്ത്ത് തടസ്സപ്പെടുത്തുന്ന ഓരോ ദിവസവും അത്രയും ധാന്യശേഖരത്തിലും കുറവുണ്ടാകും.
പാകിസ്ഥാന്റെ കാര്യം കുറച്ചുകൂടി വ്യക്തമാണ്. ഒരു ഗതിയുമില്ലാതെ IMF-ന് മുന്നിൽ സാഷ്ടാംഗം വീണുകിടക്കുന്ന സമയമാണ്. ദൈനംദിന കാര്യങ്ങൾ നേടാൻ $100 കോടി വായ്പ ഏറെ കഷ്ടപ്പെട്ടാണ് നേടിയെടുത്തത് തന്നെ. അവിടെ ജനം സർക്കാരിൽ കൈവയ്ക്കും എന്ന നിലയിലേക്ക് പോകുന്നു കാര്യങ്ങൾ. യുദ്ധം ചെയ്താൽ ജനശ്രദ്ധ തിരിച്ചുവിടാമെങ്കിലും നീണ്ടു നിൽക്കുന്ന യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന് ഒരു ഗതിയുമില്ലാത്ത കാലമാണ്. അതുകൊണ്ടാണ് വളരെ വേഗം ഈ വെടിനിർത്തൽ സംഭവിച്ചത്. ഈ ഘട്ടത്തിൽ നിർബന്ധമായും ഉത്തരം കിട്ടേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്ന്, ഈ സൈനിക നടപടി സ്വീകരിക്കുന്ന രാജ്യം സ്വന്തം പൗരന്മാരിൽ ആഗ്രഹിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. നോക്കൂ, ശത്രുവിനെ നിർമ്മാർജ്ജനം ചെയ്യും വരെ സംയമനം എന്നതാണ് പരമമായ ആവശ്യം. അത് നമ്മൾ ഓരോരുത്തരും പാലിച്ചിരുന്നോ എന്ന് പുനഃപരിശോധിക്കേണ്ടി വരും. രണ്ടാമത്തേത്, രാജ്യം പോരാട്ടം നടത്തുമ്പോൾ പൗരന്മാർ അതിൽ പങ്കെടുക്കണമോ എന്നുള്ളത്. ഈ സൈനിക നടപടി അതൊരു സന്നദ്ധ പ്രവർത്തനമേ അല്ല. അതുകൊണ്ട് തന്നെ ആധുനിക കാലത്ത് പൗരന്മാരുടെ പങ്കാളിത്തം ആവശ്യമില്ല. 3, സൈനിക നടപടി സ്വീകരിക്കുമ്പോൾ സ്വന്തം രാഷ്ട്രത്തെ വിമർശിക്കാമോ എന്നുള്ളതാണ്. രാഷ്ട്രീയ ഭിന്നത പറയാനുള്ള സമയമല്ല ഏറ്റുമുട്ടൽ കാലം. രാഷ്ട്രത്തെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉത്തരവാദിത്തവുമാണ്. ഏതു നടപടിയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വോട്ടെടുപ്പിലൂടെ നൽകുന്നത്. വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പിന്നീട് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഉറപ്പായ ഭരണ തുടർച്ച നഷ്ടമായത് കാർഗിൽ യുദ്ധത്തിലെ അഴിമതി ആരോപണങ്ങൾക്ക് വാജ്പേയി സർക്കാരിന് കിട്ടിയ ശിക്ഷ കൂടിയായിരുന്നു. സ്പോട്ട്ലൈറ്റിനെ നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.